നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK ഫാമിലി വിസ വരുമാന നിയമം കുറയ്ക്കുമെന്ന് സൂചന. UK-യിൽ കുടുംബ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ വരുമാന പരിധി കുറയ്ക്കുന്നത് നെറ്റ് കുടിയേറ്റത്തിൽ 1 മുതൽ 3% വർധനവിന് കാരണമാകുമെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി റിപ്പോർട്ട്. 2024 ഏപ്രിൽ മുതൽ പങ്കാളിയുടെ വിസയ്ക്ക് 29,000 പൗണ്ട് വരുമാനം ആവശ്യമാണ്. എന്നാൽ 23,000 പൗണ്ട് മുതൽ 25,000 പൗണ്ട് വരെ പരിധി നിശ്ചയിക്കാമെന്ന് കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. ഇത് കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭാരം കുറയ്ക്കും. മുൻ കൺസർവേറ്റീവ് സർക്കാർ 38,700 പൗണ്ടായി ഇത് ഉയർത്താൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും ഇത് മനുഷ്യാവകാശ നിയമങ്ങളുമായി ആർട്ടിക്കിൾ 8 യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് വൈരുദ്ധ്യമുണ്ടാക്കുന്നുവെന്ന് MAC ചൂണ്ടിക്കാട്ടി. 24,000 പൗണ്ട് മുതൽ 28,000 പൗണ്ട് വരെയുള്ള പരിധി സാമ്പത്തിക ക്ഷേമത്തിന് മുൻഗണന നൽകുമെന്നും കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ഉയർന്ന പരിധി ഏർപ്പെടുത്തുന്നത് കുടുംബജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. ശൈത്യകാല ഇതര പേയ്മെന്റുകൾ യു-ടേൺ ഉയർന്ന നികുതികളിലേക്കോ മറ്റ് ക്ഷേമ വെട്ടിക്കുറവുകളിലേക്കോ നയിച്ചേക്കാമെന്ന് IFS ഡയറക്ടർ. മിക്ക പെൻഷൻകാർക്കും ധനസഹായം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കത്തിന് ഏകദേശം 1.25 ബില്യൺ പൗണ്ട് ചെലവാകുമെന്ന് ട്രഷറി പറയുന്നു. പ്രതിവർഷം 35,000 പൗണ്ട് അല്ലെങ്കിൽ അതിൽ കുറവ് വരുമാനമുള്ള എല്ലാ പെൻഷൻകാർക്കും ശൈത്യകാല ഇന്ധന പേയ്മെന്റ് പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്ന് റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ചു. ആനുകൂല്യം നിർത്തലാക്കാനുള്ള തീരുമാനത്തെ ചൊല്ലി ആഴ്ചകളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് ശേഷം കഴിഞ്ഞ വർഷം ആനുകൂല്യം ആദ്യം വെട്ടിക്കുറച്ചതിന് സർക്കാർ ആദ്യം ക്ഷമാപണം നടത്തേണ്ടതായിരുന്നുവെന്ന് ചിലർ പറഞ്ഞെങ്കിലും കോമൺസിലെ എല്ലാ പ്രധാന പ്രതിപക്ഷ പാർട്ടികളും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. സൈസ്വെൽ സി ന്യൂക്ലിയർ പ്ലാന്റിന് സർക്കാരിൽ നിന്ന് 14 ബില്യൺ പൗണ്ടിന്റെ സഹായം. UK-യുടെ ഊർജ്ജമന്ത്രി എഡ് മിലിബാൻഡ് സൈസ്വെൽ സിയിൽ $14.2 ബില്യൺ നിക്ഷേപിക്കുന്നതിന്റെ പ്രഖ്യാപനം നടത്തി. ഇത് 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും 6 ദശലക്ഷം വീടുകൾക്ക് വൈദ്യുതി നൽകുകയും ചെയ്യും. ഈ ഗോൾഡൻ ഏജ് ന്യൂക്ലിയർ പദ്ധതി 2050ഓടെ വൈദ്യുതി ആവശ്യം ഇരട്ടിയാക്കാനുള്ള സർക്കാരിന്റെ നെറ്റ് സീറോ ലക്ഷ്യത്തിന് നിർണായകമാണ്. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറാനുള്ള ഈ നീക്കം പുതിയ ചെറുകിട മോഡുലാർ റിയാക്ടറുകളുടെ നിർമ്മാണവും ഉൾപ്പെടുത്തുന്നു. റോൾസ് റോയ്സ് SMRകളുടെ ആദ്യ നിർമ്മാതാവാകാൻ സാധ്യതയുണ്ട്. 2.5 ബില്യൺ പൗണ്ട് ഫ്യൂഷൻ ഊർജ്ജ ഗവേഷണത്തിനും 6 ബില്യൺ പൗണ്ട് ന്യൂക്ലിയർ അന്തർവാഹിനി വ്യവസായത്തിനും വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ സൈസ്വെൽ സിയുടെ ചെലവ് 40 ബില്യൺ പൗണ്ടിനടുത്തേക്ക് ഉയർന്നേക്കാമെന്നും HS2 പോലുള്ള വൻ ചെലവ് വിവാദങ്ങൾ ഉണ്ടാക്കാമെന്നും വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രവാസി മലയാളി മാഞ്ചസ്റ്ററിൽ മരിച്ച നിലയിൽ, ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. എറണാകുളം ജില്ലയിലെ പിറവം പാമ്പാക്കുട സ്വദേശിയായ PT ദീപു ആണ് മരിച്ചത്. മാഞ്ചസ്റ്ററിലെ സ്വകാര്യ റെസ്റ്റോറന്റിൽ ഷെഫായി ജോലി ചെയ്തു വരികയായിരുന്നു. ചിക്കൻ പോക്സ് ബാധിച്ചതിനെ തുടർന്നുള്ള അവധിയിലായിരുന്നു. അവധിക്ക് ശേഷം വെള്ളിയാഴ്ച രാവിലെ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് റെസ്റ്റോറന്റ് ജീവനക്കാരൻ താമസ സ്ഥലത്ത് അന്വേഷിച്ച് എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് വാതിലിന്റെ മെയിൽ ബോക്സ് പഴുതിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ സ്റ്റെയർകേസിന് സമീപമായി ദീപുവിന്റെ കാലുകൾ കാണുകയായിരുന്നു. കുഴഞ്ഞു വീണതാകാമെന്ന നിഗമനത്തിൽ ഉടൻ തന്നെ പാരാമെഡിക്സ് സംഘത്തെ വിവരം അറിയിച്ചു. തുടർന്ന് പാരാമെഡിക്സ് സംഘം, അഗ്നിശമന സേന, പോലീസ് എന്നിവയുടെ സഹായത്തോടെ അകത്തേക്ക് കടക്കുമ്പോഴാണ് സ്റ്റെയർകേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആത്മഹത്യയാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ചിക്കൻ പോക്സ് ആയിരുന്നതിനാൽ ദീപുവിന് ഒപ്പം താമസിച്ചിരുന്ന മലയാളി യുവാവ് വീട്ടിൽ നിന്നും താൽക്കാലികമായി താമസം മാറ്റിയിരുന്നു. മൃതദേഹം തുടർ നടപടികൾക്കായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2023 ദീപു ലിങ്കൺഷെയറിലെ സ്വകാര്യ കെയർ ഹോമിൽ ഷെഫായി ജോലിക്കെത്തുന്നത്. 4 മാസം മുൻപ് ജോലി നഷ്ടപ്പെട്ടുവെങ്കിലും 1 മാസം മുൻപ് മാഞ്ചസ്റ്ററിലെ സ്വകാര്യ റെസ്റ്റോറന്റിൽ ഷെഫായി ജോലി ലഭിച്ചു. ഉയർന്ന ശമ്പളത്തോടുകൂടി ലഭിച്ച ജോലി ആയതിനാൽ നാട്ടിലുള്ള കുടുംബത്തെ കൂടി UK-യിൽ എത്തിക്കുന്നതിനുള്ള പുതിയ വിസ ക്രമീകരണങ്ങൾ നടന്നുവരികയായിരുന്നു. ഇതിനിടയിലാണ് ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം. ഹോസ്പിറ്റലിന്റെയും മാനേജർമാരുടെയും ആഗോള പിഴവ്. യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റക്കാരെന്ന് വിധി. ഈസ്റ്റ് ലണ്ടനിലെ ഗുഡ് മെയ്സ് ഹോസ്പിറ്റലിലെ മാനസികാരോഗ്യ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ 2015 ജൂലൈയിൽ ആത്മഹത്യ ചെയ്ത ആലീസ് ഫിഗ്രെഡോ
എന്ന യുവതിയുടെ മരണത്തിൽ ഉദ്യോഗസ്ഥൻ ബെഞ്ചമിൻ അനിനാക്വയെയും NHS ട്രസ്റ്റിനെയും ആരോഗ്യ സുരക്ഷാ നിയമലംഘനത്തിന് കുറ്റക്കാരാക്കി കോടതി വിധിച്ചു. 5 മാസം കൊണ്ട് 18 തവണ ആത്മഹത്യാ ശ്രമം നടത്തിയതും വിവിധ മുന്നറിയിപ്പുകൾ അനവധിയായിട്ടും വേണ്ട നടപടികൾ എടുത്തില്ലെന്നുമാണ് കേസിൽ തെളിഞ്ഞത്. ആശുപത്രിയിൽ നിലനിന്നിരുന്ന അശ്രദ്ധയും ദയയില്ലായ്മയും ആലീസിന്റെ മരണത്തിലേക്ക് നയിച്ചതായി കുടുംബം ആരോപിച്ചു. കോർപ്പറേറ്റ് മാൻസ്ലോട്ടർ കുറ്റം ഒഴിവാക്കിയെങ്കിലും ഇത് NHS ട്രസ്റ്റിന് എതിരായ ഏറ്റവും ഗുരുതരമായ കേസുകളിലൊന്നാണ്. ഇംഗ്ലണ്ടിലെ രോഗികൾക്ക് ഇനി NHS ആപ്പ് പ്രാഥമിക ആശയവിനിമയ രീതിയായി മാറുമെന്ന് അറിയിച്ച് UK സർക്കാർ. അടുത്ത 3 വർഷത്തിനുള്ളിൽ ആരോഗ്യ സേവനത്തിന് 200 മില്യൺ പൗണ്ട് ലഭിക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. 50 മില്യൺ പൗണ്ട് നിക്ഷേപത്തിന്റെ ഭാഗമായി കൂടുതൽ പരിശോധനാ ഫലങ്ങൾ, സ്ക്രീനിംഗ് ക്ഷണക്കത്തുകൾ, അപ്പോയിന്റ്മെന്റ് റിമൈൻഡറുകൾ എന്നിവ രോഗികളുടെ സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ടയക്കും. നേരത്തെ ഇവയ്ക്കായി ഏകദേശം 50 മില്യൺ കത്തുകൾ പ്രതിവർഷം അയക്കേണ്ടതായി വരുമായിരുന്നു. ആരോഗ്യ സംരക്ഷണ ആശയവിനിമയം ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈ സാമ്പത്തിക വർഷം NHS ആപ്പ് വഴി 270 ദശലക്ഷം സന്ദേശങ്ങൾ അയക്കുമെന്നാണ് ആരോഗ്യ സാമൂഹിക പരിപാലന വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുഷ് നോട്ടിഫിക്കേഷനുകൾ വഴി NHS ആപ്പ് രോഗികളെ അപ്പോയിന്റ്മെന്റുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. ഫോൺ കലണ്ടറുകളിൽ അപ്പോയിന്റ്മെന്റുകൾ ചേർക്കാനും GP സർജറികളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാനുമുള്ള ഫീച്ചറുകളും ആപ്പിലുണ്ട്. 2018 ആരംഭിച്ചതിന് ശേഷം ഇംഗ്ലണ്ടിലെ 87% ആശുപത്രികളും ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പ്രതിമാസം 11 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളും ഏകദേശം 20 ദശലക്ഷം ആളുകളും ആരോഗ്യ സംരക്ഷണ സന്ദേശങ്ങൾക്കായി NHS ആപ്പ് ഉപയോഗിക്കുന്നു. സർക്കാരിന്റെ പുതിയ നീക്കം NHSനെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ് പറഞ്ഞു. അതേസമയം രോഗികൾക്ക് വിവരങ്ങൾ ലഭിക്കുന്ന രീതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി പേഷ്യൻസ് അസോസിയേഷൻ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. അതേസമയം ഡിജിറ്റൽ ഫസ്റ്റ് സമീപനത്തിലേക്കുള്ള NHSന്റെ മാറ്റം പ്രായമായവരെ പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ അങ്ങനെ ഉപയോഗിക്കാത്ത രോഗികളെ ഒഴിവാക്കരുതെന്ന് BMA കൗൺസിൽ ചെയർമാനായ പ്രൊഫസർ ഫിൽ ബാൻഫീൽഡ് മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിൽ NHS ഉപകരണങ്ങൾ തകരാറിലായി ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും 87 പേർ മരിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിലെ NHSൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ ഉപകരണ തകരാറുകൾ മൂലം 87 പേർ മരിക്കുകയും 4000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട്. ഡിഫിബ്രിലേറ്റർ തകരാറുകൾ, നവജാത ശിശുക്കളുടെ വാർഡിലെ അലാം സിസ്റ്റം പരാജയം, ഇൻറ്റ്യൂബേഷൻ ഉപകരണത്തിന്റെ ക്യാമറ തകരാർ എന്നിവ മരണത്തിന് കാരണമായി. 2022 മുതൽ 3915 തകരാറുകൾ രേഖപ്പെടുത്തിയതിൽ 522 പേർക്ക് മിതമായ പരിക്കും 68 പേർക്ക് ഗുരുതരമായ പരിക്കും ഉണ്ടായി. കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ കൂടുതൽ ഫണ്ടിംഗ് ആവശ്യമാണെന്ന് ആക്ഷൻ എഗെയിൻസ്റ്റ് മെഡിക്കൽ ആക്സിഡന്റ് CEO പോൾ വൈറ്റിംഗ് പറഞ്ഞു. ലേബർ സർക്കാർ സ്കാനറുകളുടെ എണ്ണം ഇരട്ടിയാക്കാനും 1.8 ബില്യൺ പൗണ്ട് അധിക മൂലധന ഫണ്ടിംഗ് പ്രഖ്യാപിക്കാനും പദ്ധതിയിടുന്നു. 10,000-ലധികം ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ കാലപ്പഴക്കം ചെന്നവയാണ്. NHS 245 മില്യൺ പൗണ്ട് നിക്ഷേപിച്ചെങ്കിലും 13.8 ബില്യൺ പൗണ്ട് അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമാണ്. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ NHS പുതിയ സുരക്ഷാ ചട്ടക്കൂട് നടപ്പാക്കിയതായി വക്താവ് പറഞ്ഞു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.